ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ജിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വോഡഫോൺ ഇന്ത്യ അതുപോലെ തന്നെ എയർടെൽ ഇവരെല്ലാവരും പ്രൈസ് ഒരു 30%, 20 തൊട്ട് 30% ഇൻക്രീസ് ചെയ്തതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ട്. ആ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞെടുത്ത കാര്യം ഉണ്ടായിരുന്നു. ഇപ്പം BSNL ഒരു ഗവൺമെൻറ് ആയിട്ടുള്ള BSNL ഉണ്ടെങ്കിൽ അവർ ഇതിനെ എതിർക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതാണ്. അവരൊരു 4G 5G ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള അവർക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ അവർക്കൊരു സാധ്യതയും കുറവായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ എന്താണെന്ന് അറിയത്തില്ല, അത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ രത്തൻ ടാറ്റ അപ്പോൾ TCS ഉണ്ടെങ്കിൽ ഇപ്പം BSNLുമായിട്ട് ചേർന്നൊരു പുതിയൊരു പ്ലാൻ, അതായത് BSNL 4Gയിലോട്ടൊക്കെ ആക്കാനുള്ള ഒരു പ്ലാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ഈ ഒരു ഹൈക്ക് തുടങ്ങിയതിന് ശേഷം എയർടെല്ലിൻ്റെയും VIയുടെയും അതുപോലെ തന്നെ ജിയോയുടെയൊക്കെ ഒരു പ്രൈസ് ഇൻക്രീസ് ചെയ്തതിന് ശേഷം 2.5 മില്യൺ BSNLോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അത് പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പുതിയതായിട്ട് വന്ന റിപ്പോർട്ട്. ഇത് തന്നെ ഭയങ്കരമായിട്ട് സാധ്യതകൾ കൊണ്ടുവരികയായിരുന്നു. ഇപ്പം രത്തൻ ടാറ്റ ഈ ഒരു BSNL എന്നൊരു പാർട്ട്ണർ ആവുക അല്ലെങ്കിൽ അതുമായിട്ട് ആ ഒരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാകുമ്പോഴത്തേനും നമുക്കത് വലിയൊരു ഉപകാരമായിരിക്കും. ഒരു ഗവൺമെൻറ് കമ്പനി ഇത് ചെയ്യുമ്പോഴത്തേനും അത് BSNL ഉപയോഗിക്കുന്നവർ അല്ലാത്തവർക്ക് അതൊരു ഉപകാരമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയൊക്കെ അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് പ്രൈസ് ഇനിത്തോട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം BSNL ആവുന്ന രത്തൻ ടാറ്റ ഏറ്റെടുക്കും. അതുപോലെ തന്നെ അതിപ്പോൾ 4Gയിലോട്ട് അത് കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ അത് കുറച്ച് 5Gയിലോട്ടും ആക്കുമെന്നാണ് പറയുന്നത്. സോ ഇപ്പം തന്നെ നമുക്കൊരു ഒരു പ്രൈസ് ഇൻക്രീസ് ചെയ്തേക്കുന്ന 25-30% ഇൻക്രീസ് ചെയ്തേക്കും. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂട്ടുന്നതിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു വീഡിയോ ഞാൻ ഇതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി ഇടുക. ഇപ്പം ഈ രത്തൻ ടാറ്റ ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. ഇതുകൊണ്ട് വളരെ ഉപകാരപ്പെടും. അവർക്ക് ഇഷ്ടത്തിന് ഈ പ്രൈവറ്റ് കമ്പനിയൊക്കെ ഇങ്ങനെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ അവരെ കൊണ്ട് ഇനി പറ്റത്തില്ല. ഇനി ചെയ്യണമെങ്കിൽ അതിനും ഇപ്പം BSNL ഉടനെ ഇത് 4G ഒക്കെ ആവുമെന്ന് വെച്ചാൽ കുറച്ച് ലേറ്റ് ആകും. എന്നാൽ പോലും അതൊന്ന് ഫുള്ളായിട്ട് ഇപ്പം BSNLൻ്റെ ടവേഴ്സ് എല്ലായിടത്തും ഇപ്പോൾ മുക്കിലും മൂലയിൽ BSNLൻ്റെ ടവേഴ്സൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്ന ഒരു BSNLൻ്റെ ഒരു സിം അതൊക്കെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ബെസ്റ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ നമുക്കതാകുമ്പോഴത്തേനും ഇപ്പം BSNLന് ഒരു ഗവൺമെൻറ് ഇതുള്ള സമയത്ത് ഇവർക്കിങ്ങനെ പ്രൈവറ്റായുള്ളവർക്ക് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത് ഒരു ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പം തന്നെ അവരിഷ്ടത്തിനാണ് ഇൻക്രീസ് ചെയ്തേക്കുന്നത്. ഇപ്പം അത് നമുക്ക് ചോദിക്കാനോ അതിൻ്റെ കാര്യങ്ങളിപ്പോൾ എല്ലാവരും ഒരു കമ്പനി ജിയോ എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രം ജിയോ അല്ല, എയർടെലും അതുപോലെ കൂട്ടി, VI ഏറ്റവും കൂടുതൽ കൂട്ടി. ഇപ്പം ഓരോരുത്തർ ഇപ്പോൾ അധികപക്ഷമായിട്ട് ഏറ്റവും കൂടുതലും ഇപ്പം ജിയോ യൂസ് ചെയ്യുന്നവരുണ്ട്, എയർടെൽ യൂസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഇത്രയും ഇൻക്രീസിങ് ഒക്കെ വരുമ്പോഴത്തേന് അവർക്ക് അത്രയും പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനൊക്കെ ഭയങ്കര പോർട്ട് ചെയ്യാൻ നിർവാഹമുള്ളൂ ഇപ്പോൾ BSNLോട്ട്. ഇപ്പം അല്ലാതെ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഇപ്പം ചിലവർ കീപാഡ് വെച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ അപ്പൂപ്പന്മാരമ്മമാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്കും നോർമലായിട്ടൊരു ചാർജിങ് സാധനമില്ല. ഇപ്പം 100 അങ്ങനെ ഒന്നും ചാർജ് ചെയ്യാൻ പറ്റാതെ ഇവരും ചെയ്യണമെങ്കിൽ ഈ പ്ലാനിൽ തന്നെ ചെയ്യണം. സോ ഇതുകൊണ്ട് ഭയങ്കര ഒരു നഷ്ടമല്ലാതെ ഒരു ഉപകാരം ഉണ്ടാവുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു BSNL രത്തൻ ടാറ്റയായിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനികൾക്ക് ഇങ്ങനെ കൂട്ടുന്നതിൽ ഒരു ഭയങ്കര അടി കിട്ടുന്നതായിരിക്കും. ഇവർക്കത് ഭയങ്കരമായിട്ട് കുറയ്ക്കാനും പറ്റും. സോ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടാണ്. ഞാൻ ആ ഒരു വീഡിയോ അന്ന് പറഞ്ഞില്ല, അതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ടൊരു വീഡിയോ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് പോയി കാണുക. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.